പെൺകുട്ടികളുടെ ഇൻസ്റ്റാഗ്രാം ഫോട്ടോകൾ മോർഫ് ചെയ്ത് അശ്ലീല കണ്ടന്റുകൾ ചേർത്ത് ടെലിഗ്രാം ഗ്രൂപ്പുകളിൽ വിൽപ്പനയ്ക്ക് വച്ചിരിക്കുന്നു. രാമനാട്ടുകര സ്വദേശിയായ യുവതിയുടെ പരാതിയിൽ മലപ്പുറം വള്ളിക്കുന്ന് സ്വദേശി നിതിൻ മോഹൻദാസിനെതിരെ പരപ്പനങ്ങാടി പോലീസ് കേസെടുത്തു. പറയട്ടെ, ഇത് ഇന്നൊന്നിലും തുടങ്ങിയ സംഭവമൊന്നുമല്ല, ഇത് കാലങ്ങളായിട്ടുള്ള സംഭവമാണ്. പക്ഷെ അതിന്റെ ഫ്രീക്വൻസി കൂടിപ്പോൾ പണ്ടെന്ന് പറഞ്ഞാൽ വളരെ ഐസൊലേറ്റ് ആയിട്ട് ഒറ്റപ്പെട്ട് 1-2 ഇൻസിഡന്റ് കേൾക്കാറുള്ളൂ. അങ്ങനെ ഈ പറഞ്ഞ പോലെ മോർഫ് ചെയ്യപ്പെട്ടു, നഗ്നതാ ചിത്രം പ്രദർശിക്കപ്പെട്ടു എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ ഇന്ന് അതിന്റെ സോഴ്സ് ക്രിയേറ്റ് ചെയ്യാനും അത് എക്സ്പ്ലോർ ചെയ്യാനും അതിനെ ഫെസിലിറ്റേറ്റ് ചെയ്യാനുള്ള സോഴ്സുകളും അതിൻ്റെ മീഡിയകളും ഒക്കെ കൂടിയിട്ടിരിക്കുകയാണ്. അത് പല ടൂൾ ഉപയോഗിച്ചായാലും നമ്മൾ ചിന്തിക്കാൻ കഴിയാത്ത അത്രയും റിയാലിറ്റിയിൽ ഓരോ കാര്യങ്ങൾ നടന്ന രീതിയിൽ സ്ഥിരീകരിക്കാൻ അല്ലെങ്കിൽ ചിത്രീകരിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ടൂളുകളൊക്കെ ഉണ്ട്. ഇതൊന്നും അറിയാതെയാണ് പല ആളുകളും ഫോൺ ഉപയോഗിക്കുന്നത് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ഇന്നത്തെ ആളുകൾ അല്ലെങ്കിൽ കുറേയധികം ടെക്നിക്കലി നോളജുള്ള ആളുകൾക്ക് ഒരുപക്ഷെ അറിയാതിരിക്കാം ഈ വിഷയങ്ങളെക്കുറിച്ച്. ഇതൊന്നും അറിയാതെയും ഫോണുകളും അതുപോലുള്ള സോഫ്റ്റ്വെയറുകളൊക്കെ ഒരു ക്ലിക്കിൽ അറിഞ്ഞോ അറിയാതെയോ തൊട്ടുപയോഗിക്കുന്ന പല ആളുകളുണ്ട്. ഇതിൽ ആവശ്യമില്ലാതെ പെർമിഷൻ കൊടുക്കുന്ന പല ടൂളുകൾക്കും ടെസ്റ്റ് അടിക്കാൻ വേണ്ടി ആപ്പ് അല്ലാതെ തന്നെ പല URL ഉപയോഗിച്ച് നിങ്ങൾ കയറുന്ന പല വെബ്സൈറ്റുകളിലും നിങ്ങൾ ആക്സസ് കൊടുക്കുമ്പോൾ അത് ഹാക്കേഴ്സിനോ അല്ലെങ്കിൽ എതിർവശത്തിരിക്കുന്ന ആരോ ആവട്ടെ അവർക്ക് നിങ്ങളുടെ ഫോണിൻ്റെ ഗാലറിലോട്ടും പലയിടത്തും കയറാനുള്ള ആക്സസ് നിങ്ങൾ കൊടുക്കുകയാണ്. അതിന് എത്ര ഫയർവാൾ ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അതൊക്കെ ബ്രേക്ക് ചെയ്യാനുള്ള കഴിവുള്ള അല്ലെങ്കിൽ കുരുട്ടുബുദ്ധിയുള്ള ആളുകൾ ഈ മേഖലയിലുണ്ടെന്നുള്ളത് ഓർക്കുക. ഇപ്പം ഒരുപക്ഷെ ഇന്ന് നിങ്ങൾ മറ്റുള്ളവരെ കാണും, നാളെയോ മറ്റന്നാളൊക്കെ ആയിട്ട് ഒരുപക്ഷെ അത് നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങളുടെ പെങ്ങളോ നിങ്ങളുടെ ഉമ്മയോ നിങ്ങളുടെ വേണ്ടപ്പെട്ടവരായി വന്നിരിക്കാം. ഇവളിങ്ങനെ ചെയ്തു എന്ന് വിശ്വസിക്കാതെ ഇങ്ങനെയുള്ള പല വിഷയങ്ങളും ഇവിടെ മോർഫിംഗ് എന്ന രീതിയിൽ നടക്കുന്നുണ്ടെന്നും അത് സമൂഹത്തിന് അത്രയും വിപത്താണെന്നുള്ള ഒരു ചിന്താഗതി നമുക്ക് വേണമെന്നും അതിനെതിരെയുള്ള ശബ്ദം നമുക്ക് വരുത്താൻ പറ്റുമ്പോഴാണ് മാറ്റങ്ങൾ ഉണ്ടാകുന്നത്. ഇപ്പോൾ ഈ വീഡിയോയിൽ പറയപ്പെടുന്ന പയ്യൻ എത്ര നാളുകളായിട്ട് ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. അതൊരു തരം മാനസിക വൈകല്യമാണ്. അതിനെ ചികിത്സിച്ച് മാറ്റാൻ പ്രയാസമാണ്. അപ്പം അങ്ങനെയുള്ളതിന് ട്രീറ്റ് ചെയ്യേണ്ട രീതിയിൽ തന്നെ ട്രീറ്റ് ചെയ്യാൻ പറ്റണം. അല്ലാതെ അവിടെയും പോളിഷ് ചെയ്ത് സാഹചര്യങ്ങൾ കൊണ്ട് പറ്റിപ്പോയതാണേ, മാനസികാവസ്ഥകൾ കൊണ്ട് പറ്റിപ്പോയതാണേ, അതല്ല ഇനിയുള്ള കാലഘട്ടങ്ങളിലെങ്കിലും ഫോളോ ചെയ്ത് വരേണ്ട ഒരു സ്ട്രാറ്റജി. മുള്ളിനെ മുള്ളുകൊണ്ടെടുക്കുക എന്ന് പറയുന്ന ആ ഒരു സ്ട്രാറ്റജി ഉണ്ടല്ലോ, അത് പാലിക്കപ്പെടേണ്ട സമയം അധികരിച്ചു. പലയിടത്തും ആ ഒരു സ്ട്രാറ്റജി ഫോളോ ചെയ്യാതെ ഈസായിട്ട് വിടുമ്പോഴാണ് ഈ വക വിഷയവും അതുപോലുള്ള മറ്റു വിഷയങ്ങളും ഡ്രഗ്സ് ഉൾപ്പെടെയുള്ള അപ്പം ഇതൊന്ന് കണ്ടപ്പോൾ പറയണമെന്ന് തോന്നി പറഞ്ഞതാ.